ഇതിപ്പോൾ നിഫ്റ്റി എടുത്തേക്കാണ്. ബാങ്ക് നിഫ്റ്റിയുടെ ജൂൺ ഫ്യൂച്ചേഴ്സ് എടുക്കാം നമുക്ക്. ഓക്കെ, ഇത് രണ്ടിൻ്റെയും പ്രൈസ് ഡിഫറൻസ് നമുക്ക് നോക്കാം. ഇതിൻ്റെ പ്രൈസ് ഡിഫറൻസ് എത്ര, ഇതിൻ്റെ പ്രൈസ് ഡിഫറൻസ് എത്ര, നമുക്ക് ഇപ്പോഴത്തെ കറണ്ട് മാർക്കറ്റ് പ്രൈസിലുള്ള ഡിഫറൻസ് എത്രയാണെന്ന് നോക്കാം. ഇപ്പോൾ നോക്കൂ, മെയ് മന്തിൻ്റെ ബാങ്ക് നിഫ്റ്റി ഫ്യൂച്ചർ ഇപ്പോഴത്തെ പ്രൈസ് എത്രയാണ്? കറണ്ട് മന്ത് പ്രൈസ് 55,299 ആണ് അല്ലേ, കറണ്ട് റണ്ണിങ് പ്രൈസ്. എന്നാൽ ജൂൺ മന്ത് ആണെങ്കിൽ നോക്കൂ 55,450 ആണ് അല്ലേ. അപ്പോൾ ഇത് തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണ്? 55,450 നമുക്ക് ആ 450 മാത്രം എടുത്താൽ മതിയല്ലോ. 450 മൈനസ് 299 എത്രയാ? 151 റുപ്പീസ്. എത്രയാ? 151 രൂപയുടെ ഡിഫറൻസ് നമുക്ക് പ്രൈസുകൾ തമ്മിലുള്ള ഡിഫറൻസ് അറിയാൻ പറ്റും അല്ലേ. ബാങ്ക് നിഫ്റ്റി ഫ്യൂച്ചർ കോൺട്രാക്റ്റുകളാണ്, പക്ഷേ രണ്ട് ഫ്യൂച്ചേഴ്സിൻ്റെയും പ്രൈസ് ഇന്നത്തെ നിലവിലുള്ള പ്രൈസിൻ്റെ വേരിയേഷൻ എത്രയാണ്? 150 രൂപയാണ് അല്ലേ. ഈ 150 രൂപ എന്ന് പറയുന്നത് മാസത്തിൻ്റെ തുടക്കത്തിൽ നമ്മളിവിടെ നിൽക്കുകയാണ്. മന്ത് സ്റ്റാർട്ടിങ്, ഏത് മാസം? മെയ് മന്ത് സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ നിൽക്കുകയാണ്. മെയ് മന്ത് സ്റ്റാർട്ടിങ്ങിൽ നിൽക്കുമ്പോൾ ജൂൺ മന്തിൻ്റെ ഫ്യൂച്ചേഴ്സും മെയ് മന്തിൻ്റെ ഫ്യൂച്ചറും തമ്മിലുള്ള ഗ്യാപ്പ് എന്ന് പറയുന്നത് 150 രൂപയാണ്, അല്ലെങ്കിൽ 150 പോയിൻ്റാണ് അല്ലേ. 150 പോയിൻ്റ് എന്ന് പറയുമ്പോൾ ഇത് നിങ്ങൾ എന്താ പറയുക, ഇതൊരു കൺസിഡറേഷനിൽ വയ്ക്കുക. ഓൾമോസ്റ്റ് എല്ലാ മാസവും ഈ പറയുന്ന ഒരു ഗ്യാപ്പിലായിരിക്കാം. ഇപ്പോൾ മെയ് മന്ത് അവസാനിക്കുമ്പോൾ അടുത്ത കറണ്ട് മന്ത് ഏതായിട്ട് മാറും? ജൂൺ മന്ത് അല്ലേ കറണ്ട് മന്തായിട്ട് മാറുക അല്ലേ. ജൂൺ മന്ത് കറണ്ട് മന്തായിട്ട് മാറുകയും ജൂൺ കഴിഞ്ഞടുത്ത ഏതാ? ജൂലൈ മന്ത് അല്ലേ. മെയ്, ജൂൺ, ജൂലൈ മന്ത് എന്ത് ഫ്യൂച്ചറായിട്ട് മാറും? നെക്സ്റ്റ് മന്ത് ഫ്യൂച്ചറായിട്ട് മാറും. ഓക്കെ, പോയിൻറ്റ്സ് വളരെ ശ്രദ്ധയോടുകൂടി കേൾക്കുക. കറണ്ട് മന്ത് ഇപ്പം മെയ് ഫസ്റ്റ് വീക്കിൽ നമ്മൾ നിൽക്കുമ്പോൾ, മെയ്യും ജൂണും തമ്മിലുള്ള ഡിഫറൻസ്, കോൺട്രാക്റ്റിൻ്റെ ഡിഫറൻസ് 150 റുപ്പീസാണ്. ഈ ഒരു ബാലൻസ് എപ്പോഴും നിലനിൽക്കും എന്നുള്ള ഒരു സാഹചര്യമാണ് നിങ്ങൾ അസ്യൂം ചെയ്തോളൂ. Investments in the securities market are subject to market risk. Read all the related documents carefully before investing.